വെൽക്കം ബാക്ക്. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് പഞ്ചാബിലൂടെയാണ്. നമ്മളിത് ഈ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. നമ്മൾ ഗോൾഡൻ ടെമ്പിൾ വിസിറ്റ് ചെയ്യാനാണെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകുന്നതിൻ്റെ മുന്നായിട്ട് അവിടെ നമ്മളെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലമുണ്ട്. അപ്പോൾ ആദ്യം അവിടെ കയറണം, അത് കഴിഞ്ഞ് ഗോൾഡൻ ടെമ്പിളിൽ കയറണം, അതും കഴിഞ്ഞ് നമ്മളെ വാഗാ ബോർഡറിൽ പോകാനാണ് വിചാരിക്കുന്നത്. പിന്നെ ഈ സ്ട്രീറ്റുകളൊക്കെ കണ്ടില്ലേ നിങ്ങൾ, വല്ലാണ്ട് ഇടുങ്ങിയിട്ടുള്ള സ്ട്രീറ്റുകളാണ്. അപ്പോൾ നമ്മളെ വണ്ടിയൊക്കെ എടുത്ത് ഇതിലേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. അപ്പം നമ്മളെന്താ ചെയ്തത് വെച്ചാൽ വണ്ടി എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്ത ശേഷം ഇങ്ങനത്തെ ഓട്ടോ കയറിയിട്ടാണ് സ്ഥലങ്ങളൊക്കെ കാണാൻ പോയത്. ഇവർ ഈ ഓട്ടോ ഇങ്ങനത്തെ ഈ തിരക്കുള്ള വഴി കൂടെ ഭയങ്കര എന്താ പറയുക, ഒരു എക്സ്പേർട്ടിനെ പോലെ കേട്ടോ കൊണ്ടുവന്നത്. കണ്ടാൽ തന്നെ അറിയാം ഇത് കൊണ്ടുപോകാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് എന്ന്. ഇവിടെ ശരിക്കും നല്ല റഷുള്ള ഏരിയ ആണ് കേട്ടോ. കാരണം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലേൻ്റെ മെമ്മോറിയൽ വരുന്നുണ്ട്. പിന്നെ നമ്മളെ ഗോൾഡൻ ടെമ്പിളിലേക്കുള്ള എൻട്രി ഈ ഭാഗത്താണ്. ദിവസം 100,000-ലധികം ആളുകളാണ് ഈ ഒരു ഗുരുദ്വാര സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പം നമ്മളെന്തായാലും ആദ്യം തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന മെമ്മോറിയലിലേക്കാണ് പോകുന്നത്. ഈ നമ്മൾ ഈ കയറുന്ന ഭാഗത്ത് 2 സൈഡിലുമായിട്ടുള്ളത് ഈ ജാലിയൻ വാലാബാഗ് ഗ്രൗണ്ടിലേക്ക് അന്ന് കാലത്ത് പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരെ ഛായാചിത്രങ്ങളാണ് ഈ ആലേഖനം ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ആക്ടിനെതിരെയും പിന്നെ അതുപോലെ തന്നെ സൈഫുദ്ദീൻ കിച്ല, അതുപോലെ തന്നെ സത്യപാൽ എന്ന് പറഞ്ഞ ദേശസ്നേഹികളെ ഇവിടുന്ന് നാട് കടത്തുകയും ചെയ്തു. അപ്പോൾ അതിനെതിരെ സമാധാനപരമായിട്ട് പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഈ ഒരു ജാലിയൻ വാലാബാഗ് ഈ ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂടി. ഈ ഒരു മൈതാനത്തിന് ആകെ ഒരൊറ്റ വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ പ്രതിഷേധം പ്രസംഗം ഇങ്ങനെ സമാധാനപരമായി നടക്കുന്ന സമയത്ത് ജനറൽ ഡയറും അദ്ദേഹത്തിൻ്റെ ആളുകളും വന്നിട്ട് ആ പ്രതിഷേധക്കാർക്കെതിരെ നേരെ വെടിയുതിർക്കുകയാണ് ചെയ്തത്. അതിലൊരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. അതിൻ്റെ ഒരു പ്രതീകമാണ് ഇവിടെ എല്ലാ ഭാഗത്തും നമ്മൾക്ക് കാണാൻ സാധിക്കുക. അന്ന് അക്രമം നടന്ന സമയത്ത് കുറേ പേര് അവിടെ ഒരു കിണറുണ്ടായിരുന്നു, ആ കിണറിലേക്ക് ചാടിയിട്ടുണ്ടായി. ആ കിണറാണ് ഈ കാണുന്നത്. ഇന്നിപ്പോൾ അത് നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉള്ളിലേക്കൊന്നും വല്ലാണ്ട് കാണാൻ കഴിയില്ല കേട്ടോ. അന്ന് ആളുകൾക്കെതിരെ വെടിവെച്ച സമയത്ത് ഇതാ ഈ ബിൽഡിങ്ങിൽ ഈ റൗണ്ടിൽ മാർക്ക് ചെയ്ത സ്ഥലത്തൊക്കെയാണ് ആ ബുള്ളറ്റ് വന്ന് തറച്ചത്. അതൊക്കെ ഇപ്പോഴും മാർക്ക് ചെയ്തിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വളരെ നന്നായിട്ട് തന്നെ ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പം പോകുന്നത് ഒരു മ്യൂസിയം പോലത്തേൻ്റെ അകത്തേക്കാണ് കേട്ടോ. അവിടെ ഒരുപാട് അന്നത്തെ ആ ഒരു സ്വാതന്ത്ര്യ സമരം, ആ ഒരു ഇഷ്യൂ ആയിട്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കുറേ പേപ്പർ കട്ടിങ്സും പിന്നെ അതുപോലെ തന്നെ ഈ കണ്ടില്ലേ ഈ സ്റ്റാച്യൂസൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വെച്ചതാണ്. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വായിച്ചറിയാണ്ട്. ഇതാണ് ഡയർ എന്ന് പറയുന്ന ജനറൽ, ഇദ്ദേഹമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇത് നമ്മളെ രാജ്യത്തെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ കൂട്ടക്കൊല തന്നെയാണ്.
ശരിക്കും ഇവിടെ വന്ന് ഇത് കാണുന്ന സമയത്ത് തന്നെ കേട്ടോ ഇതിൻ്റെയൊക്കെ ഭീകരത മനസ്സിലാവുന്നത്. എത്ര വെടിയുണ്ടകളാണെന്നറിയോ. അന്ന് അന്ന് ഏകദേശം 20,000 ആളുകൾ ഈ ഒരു മൈതാനത്ത് തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. അതിൽ വെടിവെച്ച സമയത്ത് ഏകദേശം 349 ആളുകൾ അപ്പം തന്നെ അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്ത്. പിന്നെ 1500-ലധികം ആളുകൾക്ക് മാരകമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തു. അപ്പം ഒരു ഗേറ്റ് മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒരു വഴിയിലൂടെ പോലും ആർക്കും ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. അതാണ് ഇതിൻ്റെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. പിന്നെ ഇതാണ് ഈ ജാലിയൻ വാലാബാഗ് മെമ്മോറിയൽ എന്ന് പറയുന്നത്. അന്നിവിടെ രക്തസാക്ഷിത്വം വരിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളെ ഇന്ത്യൻ ഗവൺമെൻറ് സ്ഥാപിച്ചതാണ് ജാലിയൻ വാലാബാഗ് നാഷണൽ മെമ്മോറിയൽ. ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, സമാധാനപരമായിട്ട് ഇരുന്ന് പ്രസംഗം കേൾക്കുന്ന ആളുകൾക്ക് നേരാണ് യാതൊരുവിധ പ്രകോപനവും ഇല്ലാണ്ട് ഒരു ബ്രിട്ടീഷ് ജനറൽ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതൊന്നും എത്ര തന്നെ പറഞ്ഞാലും ന്യായീകരിക്കാൻ, ഒരു രീതിയിൽ പോലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ഈ ഒരു മെമ്മോറിയലും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഗോൾഡൻ ടെമ്പിൾ തൊട്ടടുത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ എക്സിറ്റിലൂടെ കടക്കുന്നത് തന്നെ നമ്മളെ ഗോൾഡൻ ടെമ്പിളിലേക്കുള്ള എൻട്രിയിലാണ് കേട്ടോ നമ്മൾ എത്തുന്നത്. ഇവിടെ 2 സൈഡും ഭയങ്കര റഷാണ്. മെയിനായിട്ട് ഈ ഗുരുദ്വാരയിലേക്കുള്ള സാധനങ്ങൾ കൊടുക്കുന്ന കച്ചവടങ്ങൾ തന്നെയാണ് ഇവിടെ ചുറ്റുഭാഗത്തായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ ഒരു ടവൽ വാങ്ങിയിട്ട് തലമറയ്ക്കുകയാണ് ചെയ്തത്. കാരണം ഇവിടെ ഉള്ളിലേക്ക് ഈ ഗുരുദ്വാരയിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ തലമറയ്ക്കൽ നിർബന്ധമാണ്. നമ്മളെ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത് സിഖുകാരെ പ്രധാന പുണ്യ കേന്ദ്രമാണ് കേട്ടോ. ഇവിടെ തന്നെയാണ് ഇവരെ ഈ ഒരു സിഖ് വിശുദ്ധ ഗ്രന്ഥം സ്ഥാപിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ലങ്കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ട് കേട്ടോ. അവിടെ ആര് വരികയാണെന്നുണ്ടെങ്കിലും വെജിറ്റബിൾ മീൽസ് അതിൻ്റെ ഈ ഒരു ഗുരുദ്വാരയുടെ വകയായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇവിടെ വരുന്നവർ ഇനിയിപ്പോൾ ഫുഡ് കിട്ടിയിട്ടില്ലെങ്കിലും പേടിക്കേണ്ട, നമുക്ക് ഫുഡൊക്കെ ഇവിടുന്ന് കിട്ടും. പിന്നെ നമ്മൾ ഈ ഒരു ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത് അവിടെ ഒരു ലേക്ക് ഉണ്ട്, സരോവർ ലേക്ക് എന്നാണ് പേര്. ആ ലേക്കിൻ്റെ തൊട്ടടുത്ത ആ ലേക്കിനെ ചുറ്റിയിട്ടാണുള്ളത്. പിന്നെ ഈ ഒരു ഗോൾഡൻ ടെമ്പിളിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ഗോൾഡ് കൊണ്ടാണ് നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് നമ്മൾ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമ്മളിതാ ഇവിടുന്ന് കാലൊന്ന് കഴുകി നമ്മളെ കാലൊന്ന് ശുദ്ധീകരിച്ച ശേഷമാണ് തലയിൽ നമ്മൾ ടവൽ കെട്ടിയിട്ടാണ് ഈ ഗോൾഡൻ ടെമ്പിൾ കാണാൻ പോകുന്നത്. ഇവിടെ വീഡിയോ എടുക്കൽ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ്. പിന്നെ ഞങ്ങളിതാ ഇവിടെ നല്ല റഷായ കാരണം ഞങ്ങളിതാ പോവുകയാണ്. 4 മണിക്കാണ് വാഗാ ബോർഡറിലുള്ള പരേഡ്. ഇപ്പം തന്നെ ടൈം ലേറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു അരമണിക്കൂറിൻ്റെ യാത്രയുണ്ട്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോവുകയാണ്. 4 മണി സമയം കഴിഞ്ഞ് പോയാൽ പിന്നെ ഞങ്ങൾക്ക് നാളെ വൈകുന്നേരം 4 മണി വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം സ്പീഡിലാണ് പോകുന്നത്. നമ്മൾ വാഗാ ബോർഡർ പരേഡ് നടക്കുന്ന ഗ്രൗണ്ടിൻ്റെ അടുത്തെത്തി കാറ് പാർക്ക് ചെയ്ത് നമ്മൾ അവിടെ എത്തിയ സമയത്ത് തന്നെ നമ്മളെ കയ്യിലൊക്കെ ഫ്ലാഗ് വരച്ച്, നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ ഫ്ലാഗ് വരച്ച്. എന്നിട്ട് അവർ നമ്മളടുത്ത് പൈസ ചോദിക്കുക ചെയ്തത്. നമ്മളത് പറ്റൂല, ഞങ്ങൾക്കത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെന്താ ആൻറ്റി ഇന്ത്യൻസ് ആണോ എന്ന് അവർ ഞങ്ങളോട് ചോദിച്ചത്. അപ്പം നമ്മളൊക്കെ ഇനി പോകുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ തട്ടിപ്പിലൊന്നും വീഴരുത്. ഇതൊന്നും ഇവിടെ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. നമ്മളിപ്പം നിൽക്കുന്നത് വാഗാ ബോർഡറിലാണ്. ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും ആർമീസിൻ്റെ പെർഫോമൻസ് ഉണ്ടാവും ഡെയിലി ഈവനിങ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നമ്മളെ രാജ്യത്തിൻ്റെ പേര് എഴുതിയിട്ടുള്ള ഈ കവാടം ഉണ്ടല്ലോ, ഇതിൻ്റെ അടുത്ത് തന്നെ എത്തുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. അപ്പം നമ്മളിതാ പരേഡ് ഗ്രൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മളെ പരേഡ് ഗ്രൗണ്ട് തിങ്ങി നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യം ആലോചിക്കണം, എല്ലാ ദിവസവും വൈകുന്നേരം ഈ പരേഡ് ഗ്രൗണ്ടിൽ പരിപാടി നടക്കുന്നുണ്ട്.
ഈ ഒരു പരേഡ് ഗ്രൗണ്ടിൽ ഞങ്ങൾ സ്ത്രീജനങ്ങൾക്കാണ് കേട്ടോ പങ്കെടുക്കാനുള്ള അനുമതി കിട്ടിയത്. ഇനിയിപ്പോൾ അതാ ഇവിടെ നമ്മൾ ആർമീൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. ദാ നമ്മളിപ്പം ഈ കാണുന്നത് പാകിസ്ഥാൻ്റെ ഫ്ലാഗാണ്. പിന്നെ ഇത് നമ്മളെ ഇന്ത്യൻ്റെ പരേഡിൻ്റെ ഭാഗമാണ്. പിന്നെ നമ്മളെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ നമ്മളെ പാക് ആർമിയും പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയും ഇവിടെ ഈ പെർഫോമൻസ് നടത്തുമ്പം ഇന്ത്യൻ ആർമി എല്ലാത്തിലും ഒരു പടി മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. ശരിക്കും ഇത് നമുക്ക് നല്ലൊരു ഗൂസ് ബൂസ് മൊമെൻ്റ് തന്നെയാണ്. അവിടെ ആ സൂര്യനെ ഉദിച്ച് നിൽക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒരു ബിൽഡിങ് കാണുന്നില്ലേ, അതാണ് നമ്മൾ പാകിസ്ഥാൻ്റെ പരേഡ് ഗ്രൗണ്ട്. പിന്നെ നമ്മളെ ഈ ഇന്ത്യൻ പരേഡ് ഗ്രൗണ്ടിൻ്റെയും പാകിസ്ഥാൻ പരേഡ് ഗ്രൗണ്ടിൻ്റെയും നടുവിലായിട്ടൊരു കൂറ്റൻ ഗേറ്റ് ഉണ്ട്. അതാണ് നമ്മളെ വാഗാ ബോർഡർ. ആ ബോർഡർ തുറന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ ഇന്ത്യ, അപ്പുറത്തെ സൈഡിൽ പാകിസ്ഥാനും. അപ്പം ഇനിയിപ്പോൾ നമ്മളെ പതാക താഴ്ത്തൽ പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞാലുടൻ തന്നെ ആ പതാകയായിട്ട് നമ്മളെ ഓഫീസേഴ്സ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. പിന്നെ നാളെ രാവിലെ മാത്രമാണ് ആ പതാക അവിടെ ഉയർത്തുന്നത്. ഈ പതാക ഉയർത്തുന്നതും താഴ്ത്തുന്നതും രണ്ട് രാജ്യങ്ങളും ഒരുമിച്ചാണ് കേട്ടോ ചെയ്യുന്നത്.
हिंदुस्तान जिंदाबाद, हिंदुस्तान जिंदाबाद, हिंदुस्तान जिंदाबाद, ഈ കൊണ്ടുവരുന്നത് നമ്മളെ ഇന്ത്യൻ ഫ്ലാഗാണ്. ഇനി നാളെ രാവിലെയാണ് ആ ഫ്ലാഗ് അവിടെ ഉയർത്തുക. दर्शकों कृपया ध्यान दें, आप सभी दर्शकों से निवेदन है अपने अपने स्थान पर। അങ്ങനെ വാഗാ ബോർഡറിലെ പരേഡ് കഴിഞ്ഞിട്ട് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഗ്രൗണ്ടിൻ്റെ പുറത്ത് നല്ല തിരക്കാണ്. അപ്പോൾ സമയം രാത്രി 9:30 മണിയായിട്ടുണ്ട്. നമ്മൾ 6 മണിക്ക് വാഗാ ബോർഡറിലെ പരേഡിന്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ വിചാരിക്കുന്നത് നാളെ ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങൾ 6 മണിക്ക് ഇറങ്ങിയ ശേഷം നേരെ ഡൽഹി റൂട്ടിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ 9:30 മണിയായി. ഞങ്ങൾ ലുധിയാന എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഒന്ന് സ്റ്റേ ചെയ്യാൻ വിചാരിക്കുന്നത്. പിന്നെ പഞ്ചാബിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള റൂട്ട് എന്ന് പറയുന്നത് 3 വരി പാതയാണ് കേട്ടോ. NH ഗൂഗിൾ ചോദിച്ച് എപ്പോഴും നമ്മൾ എവിടെ പോകാൻ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് റോഡ്സ് കാണിച്ചു തരും. പക്ഷെ ലേറ്റ് ഒക്കെ ആയി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ സ്റ്റേറ്റ് റോഡ്സ് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ NH വഴി തന്നെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ NHലെ എല്ലാ ഭാഗത്തായിട്ടും സൈൻ ബോർഡ്സ് ഉണ്ടാവും. അപ്പോൾ ഗൂഗിൾ ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ആ സൈൻ ബോർഡ്സ് നോക്കിയിട്ട് തന്നെ പോവാം. പിന്നെ ഈ NHന്റെ 2 സൈഡിലായിട്ട് നല്ല നല്ല ഹോട്ടലുകളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങള് ലുധിയാനയിൽ എത്തുന്ന സ്ഥലത്ത് അവിടുന്ന് നോക്കിയിട്ട് ഒരു ഹോട്ടൽ എടുക്കാന്നാണ് വിചാരിക്കുന്നത്. നമ്മള് വരുന്ന വഴിക്ക് ഇപ്പൊ അമൃത്സറിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഈ മുന്നിൽ കാണുന്ന ലോറി കണ്ടില്ലേ, ഇത് മൊത്തം അരിച്ചാക്കുകളാണ്. ഇങ്ങനെ ചുരുങ്ങിയത് ഒരു 15-20 വണ്ടിയോളം കണ്ടിട്ടുണ്ടാവും. അതായത് അമൃത്സറിന്ന് ലുധിയാന എത്തുന്നതിന്റെ മുന്നേ ഈ 6 മണിക്ക് ശേഷം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്നത് പഞ്ചാബിലാണ്, അരിൻ്റെ കൃഷി നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ കാണാൻ പറ്റും ഓരോ ലോറിയിലും അത്രയും ഹെവി ആയിട്ട് സാധനങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കൊണ്ടുപോകുന്നത്. നമ്മള് ഡൽഹിയിലേക്കുള്ള യാത്രയിലാണ്. ഇന്നലെ 6 മണിയാകുമ്പോൾ വാഗാ ബോർഡറിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു 8:30 ആകുമ്പോൾ ഞങ്ങള് ജലന്ധറിന് ഫുഡ് കഴിച്ചു. പിന്നെ നാഷണൽ ഹൈവേ ആയതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, സേഫാണ്. പിന്നെ നല്ല റഷുള്ള ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഒരു 10 മണി വരെ ഞങ്ങൾ ഡ്രൈവ് ചെയ്തിട്ട് പിന്നെ ലുധിയാനയിലാണ് റൂം എടുത്തത്. അപ്പോൾ നാഷണൽ ഹൈവേന്റെ അടുത്ത് തന്നെ നമ്മൾ റൂം എടുത്ത് നിന്ന് ഇപ്പോൾ രാവിലെ 8:45 നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഇതാ ഡൽഹിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പം നിൽക്കുന്നത് പഞ്ചാബ് ഡൽഹി ഹൈവേ സൈഡിലുള്ള ഒരു ഹവേലിയിലാണ്. അപ്പം നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഈ ഹൈവേന്റെ
സൈഡിലായിട്ട് ഹവേലി എന്നുള്ള വലിയ വലിയ ബോർഡുകൾ കാണാം. അപ്പം ഈ ഹവേലി കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല ഫുഡും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ AC റൂമൊക്കെ ലോ റേറ്റിന് കിട്ടും. പിന്നെ അവിടെ പാർട്ടി അതുപോലെ ഫങ്ഷൻസ് നടത്താനുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം ഹവേലി കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അവിടെ എന്തായാലും റൂം ഉണ്ടാവും എന്നുള്ളത്. അപ്പം നമ്മൾ ഹവേലിയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഇതാ ഹരിയാനൻ്റെ ബോർഡർ എത്തി. നമ്മളെ കസിൻ ഉണ്ട് ഡൽഹിയിൽ. അപ്പം നമ്മൾ ഇന്നിപ്പം കസിൻ്റെ അടുത്താണ് സ്റ്റേ ചെയ്യുന്നത്. ഏകദേശം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത് എത്തുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അവിടെ എത്തിയ ശേഷം ഒന്ന് ഫ്രഷ് ആയ ശേഷം ഈ കാണുന്നുണ്ടല്ലോ, ഇത് ഇവിടുത്തെ ടോൾ ബൂത്താണ് കേട്ടോ. ഞാൻ ഇത്രയും ഭംഗിയുള്ളൊരു ടോൾ ബൂത്ത് ഞാൻ ഇതുവരെ വേറെ എവിടെയും കണ്ടിട്ടില്ല. അത്രയും അടിപൊളിയാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടുന്ന് ഫ്രഷ് ആയ ശേഷം ഡൽഹി എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഈ മുന്നിലെ ഈ റഷ് കണ്ടില്ലേ, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാമല്ലോ നമ്മൾ ഡൽഹി എത്തിയിരിക്കുകയാണ്. നമ്മളെ ക്യാപിറ്റൽ സിറ്റി എപ്പോഴും നല്ല റഷ് തന്നെയാണ്. നമ്മൾ ഡൽഹിയിലെ സ്ട്രീറ്റ് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ CR പാർക്ക്, ചിത്തരഞ്ജൻ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ മെയിൻലി കൽക്കത്ത ഫുഡാണ് കേട്ടോ. പിന്നെ ഈ പാർക്കിൻ്റെ അടുത്ത് തന്നെ വെജിറ്റബിൾസ്, പിന്നെ ഫിഷ് മാർക്കറ്റ് എല്ലാം ഉണ്ട്. ഡൽഹിയിലെ മാർക്കറ്റുകൾ എന്ന് പറയുകയാണെങ്കിൽ അത്രയും വലിയ മാർക്കറ്റുകളാട്ടോ. ഈ കാണുന്നതൊക്കെ കൽക്കത്ത ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. അപ്പം നമ്മൾ ഇതിൽ കുറച്ചെണ്ണം ടേസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഈ CR പാർക്കറ്റിലുള്ള മറ്റു പല മാർക്കറ്റ് ഐറ്റംസുമാണ് ഇതൊക്കെ. പിന്നെ വലിയൊരു മാർക്കറ്റാണ് കേട്ടോ ഇത്. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നമ്മൾ ഗുജറാത്ത് കഴിഞ്ഞ തൊട്ട് പിന്നെ ഫിഷ് ഐറ്റംസ് കണ്ടതൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. പിന്നെ ഈ ഡൽഹിയിലെ ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ മാർക്കറ്റാണ് കേട്ടോ. കണ്ടിട്ട് തന്നെ ഫിഷുകളൊക്കെ കണ്ടിട്ട് തന്നെ കുറേ കാലം ഫിഷ് കാണാനായിട്ട് ഇപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു. അപ്പോൾ നമ്മൾ ഡൽഹിയിലെത്തി. നമ്മളെ കസിനായിട്ടുള്ള മൈ വൈഫ് കൊൽക്കത്ത, ഫ്രം കൊൽക്കത്ത. To understand you also, I'm saying this. No, I can understand. Yeah. So ഇവര് കറങ്ങി തിരിഞ്ഞ് ഡൽഹി അല്ല മറ്റേ ശ്രീനഗറും ജമ്മു കാശ്മീരൊക്കെ കറങ്ങി തിരിഞ്ഞ് അവസാനം ഡൽഹിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വക ഒരു ട്രീറ്റ് കൊടുക്കുകയാണ്. അത് ഡൽഹിയിൽ ഇവളെ കൊൽക്കത്ത സ്പെഷ്യൽ അടിപൊളി ഫുഡ് അത് കിട്ടുന്ന സ്ഥലം CR പാർക്കിൽ നിന്ന് ഫുഡ് മേടിച്ചെടുക്കും. ബെഡ്ക്കി ഫിഷ് ഫ്രൈ ആണ്. ബെഡ്ക്കി കൊൽക്കത്ത സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആണ്. ചിക്കൻ ചോപ്പ്. ഇനി ഇത് കഴിച്ചിട്ട് ഇതിന്റെ അഭിപ്രായം അവള് പറഞ്ഞു. അതാണ്. അപ്പം ഇവരെ കൂടെ കൂടിയത് നമ്മൾ കൽക്കത്ത ഫുഡൊക്കെ ടേസ്റ്റ് കഴിഞ്ഞിട്ടില്ല. ഡൽഹി മൊത്തം ഇവരെ കൂടുതലാണെന്ന് കറങ്ങുന്നത്. ഇവരാണ് ഡൽഹി എന്താണെന്ന് നമ്മൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിരക്ക് പിടിച്ച ഡൽഹിയിലൂടെ ചെറിയൊരു ഷോപ്പിംഗ്. ഇപ്പം തന്നെ സമയം 9 മണി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. പിന്നെ അത് മാത്രമല്ല, ഡൽഹിയിലെ മാർക്കറ്റുകളൊക്കെ എല്ലാം നല്ല റേറ്റ് കുറവിനൊക്കെ അവൈലബിൾ ആണ് എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം ഞങ്ങളൊന്ന് ഇറങ്ങി നോക്കട്ടെ എന്താ അവസ്ഥ എന്ന്. നമ്മൾ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഡൽഹിയിലെ ലജ്പത് നഗർ മാർക്കറ്റിലേക്കാണ്. വലിയ മാർക്കറ്റാണ് കേട്ടോ അത്. പിന്നെ ഈ കാണുന്ന സ്ട്രീറ്റിൽ വിൽക്കുന്ന ഈ സാധനങ്ങൾക്കൊക്കെ നല്ല റേറ്റ് കുറവാണ്. നമ്മളെ നാട്ടിൽ പല ഷോപ്പുകളിലും കിട്ടുന്ന സാധനങ്ങളെല്ലാം ഈ ഡൽഹി മാർക്കറ്റിൽ നിന്ന് വരുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രൈസ് കുറവുള്ളൊരു മാർക്കറ്റ് ഡൽഹിയാണ് എന്നാണ്. ഇവിടുത്തെ ഈ സ്ട്രീറ്റുകളിലൊക്കെ വിൽക്കുന്ന ഡ്രസ്സുകളായാലും
അതുപോലെ തന്നെ ചെരുപ്പ്, ബാഗ്, ഏത് ഐറ്റം ആയിക്കോട്ടെ നല്ല ചീപ്പ് പ്രൈസാട്ടോ. പക്ഷെ ഷോപ്പുകളിൽ കയറുന്ന സമയത്ത് പ്രൈസ് ഉണ്ടെങ്കിൽ പോലും നമ്മളെ നാട്ടിലുള്ള സാധനങ്ങളെ പ്രൈസ് വെച്ച് നോക്കുമ്പം എത്രയോ കുറവാണ് ഇവിടുത്തെ ഷോപ്പുകളിലെ പ്രൈസ്. പിന്നെ ഇവിടെ എപ്പോഴും ഈ പോലെ രാത്രിയാണ് ഇവിടുത്തെ എല്ലാ മാർക്കറ്റുകളും ഭയങ്കരമായിട്ട് സജീവമാകുന്നത്. വർക്ക് കഴിഞ്ഞ് വരുന്നവരായാലും ആരായാലും വന്നിട്ട് ഇവർക്ക് ഷോപ്പ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഇവിടുന്ന് കഴിച്ച് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്തിട്ടാണ് ഇവർ ഇവിടുന്ന് പോകുന്നത്. നമ്മളെ നാട്ടിൽ നൈറ്റിൽ നമുക്ക് നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന സാധനം ഭയങ്കര കുറവാണ്. പിന്നെ നമ്മൾ മാളുകൾ കേന്ദ്രീകരിച്ചാണ് നമ്മൾ നൈറ്റിലുള്ള മാക്സിമം എക്സ്പ്ലോറിങ് നടക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നല്ല കേട്ടോ. ഏത് സമയത്തും ഏത് രാത്രിയായാലും എല്ലാവർക്കും നല്ല ഫ്രീഡത്തോടു കൂടി തന്നെ നടക്കുക. ആരെയും പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഭയങ്കര സേഫാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ പുറത്തുള്ള ഈ ഒരു കൾച്ചർ. ഇവിടെ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു വലിയൊരു ആഘോഷമാണ് കർവാ ചൗത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. നാളെ കർവാ ചൗത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കണ്ടില്ലേ ഈ സ്ട്രീറ്റുകളിൽ ഫുള്ള് ഈ ലേഡീസ് ഇരുന്നിട്ട് മൈലാഞ്ചി ഇടുന്നത്. ശരിക്കും കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്കുള്ള ആഘോഷമാണ് ഈ കർവാ ചൗത്ത് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ നല്ലൊരു തിരക്ക് ഈ സ്ട്രീറ്റിലെ എല്ലാ ഭാഗത്തും കാണാൻ കഴിയുന്നുണ്ട്. നമ്മളെല്ലാം നമ്മളെ ആഘോഷങ്ങൾ മാക്സിമം നമ്മളെ വീടിൻ്റെ ഉള്ളിലിരുന്നിട്ട് ആഘോഷിക്കാനാണ് വിചാരിക്കുക. പക്ഷേ ഇവരെല്ലാവരും എന്ത് ആഘോഷമായാലും ഇവരെല്ലാവരും എപ്പോഴും പുറത്താണ് അധികം. നമ്മളിപ്പം നിൽക്കുന്നത് റെഡ് ഫോർട്ടിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുന്നിലാണ്. നമ്മളെ റെഡ് ഫോർട്ടിലേക്കുള്ള ടിക്കറ്റിൻ്റെ ക്യാഷ് എന്ന് പറയുന്നത് 2 പേർക്ക് 160 രൂപയാണ്. അപ്പം നമ്മളെ പിന്നിൽ കാണുന്നതാണ് നമ്മളെ ഡൽഹിയിലെ റെഡ് ഫോർട്ട്. ഇത് ഷാജഹാൻ ചക്രവർത്തിൻ്റെ കാലത്താണ് പണി കഴിപ്പിച്ചത്. പിന്നെ നമ്മളെ ഇൻഡിപെൻഡൻസ് ഡേക്ക് എല്ലാ വർഷവും ഈ ഒരു റെഡ് ഫോർട്ടിൽ നിന്നാണ് ഫ്ലാഗ് ഉയർത്തുന്നത്. അവിടെ നോക്കിയാൽ തന്നെ മുകളിൽ നമുക്ക് കാണാം ഇന്ത്യൻ ഫ്ലാഗാണ് ആ കാണുന്നത്. നമ്മൾ താജ്മഹൽ കൺസ്ട്രക്ട് ചെയ്ത അതേ ആർക്കിടെക്ട് തന്നെയാണ് ഇതും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഷാജഹാനാണ് ഈ ഫോർട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ശരിക്കും അദ്ദേഹം മുഗൾ സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ ഡൽഹിയിലേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഫോർട്ട് കൺസ്ട്രക്ട് ചെയ്തത്.
പിന്നെ നമ്മളിപ്പം കയറുന്നതിൻ്റെ ഫോർട്ടിൻ്റെ ഉൾഭാഗമാണ്. ഈ ഉൾഭാഗത്ത് 2 സൈഡിലായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് ഷോപ്പിങ്ങിനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പം ഇതെന്താ സംഭവം വിചാരിച്ചാൽ രാജാക്കന്മാർ ഉള്ള സമയത്ത് തന്നെ അവിടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഈ ഭാഗങ്ങളിലാണ് ഷോപ്പിങ്ങിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സിസ്റ്റം അതുപോലെ കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഇപ്പോഴും ഇവിടെ 2 ഭാഗത്തുമായിട്ട് ഇങ്ങനെ കച്ചവട സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കച്ചവടത്തിനുള്ള എല്ലാ അനുമതിയും നൽകുന്നത്. നമ്മൾ റെഡ് ഫോർട്ടിൻ്റെ വേറൊരു ഭാഗമാണിത്. റെഡ് ഫോർട്ടിൽ നിന്ന് ഉള്ളിലേക്ക് കടന്നാലുള്ളൊരു ഭാഗമാണ് ദിവാനി ആം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളെ രാജാവ് ഇവിടെ ഇരുന്നിട്ടാണ് തൻ്റെ ജനങ്ങളെ എല്ലാ കാര്യങ്ങളും കേൾക്കുന്നത്. അപ്പം രാജാവ് ഇരിക്കുന്ന സ്ഥലം കാണിച്ചു തരാം. ഇവിടെ കാണുന്ന ഈ വൈറ്റ് ഭാഗത്തിരുന്നിട്ടാണ് രാജാവ് മുന്നിൽ നിൽക്കുന്ന പ്രജകളെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതാ നമ്മളെ റെഡ് ഫോർട്ടിൻ്റെ ടോപ്പിൽ നമ്മളെ ഇന്ത്യൻ പതാകയാണ് കേട്ടോ കാണുന്നത്. നമ്മൾ ഇപ്പം ചാന്ദിനി ചൗക്കിലെ മാർക്കറ്റിലൂടെയാണ് ഈ പോകുന്നത്. ഇതാണ് ഡൽഹിയിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് ഈ ചാന്ദിനി ചൗക്ക് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് ചീപ്പ് റേറ്റിൽ. പിന്നെ ഭയങ്കര റഷാണ്. പിന്നെ ഡ്രസ്സുകളൊക്കെ എന്ന് പറയുന്നത് 200ൻ്റെ ഡ്രസ്സുകളുണ്ട്. ഈവൻ ഷൂസുകൾ വരെ ഇവിടെ 200 റുപ്പീസാണ് വരുന്നത്. ഇതാ ഈ കാണുന്ന ഷൂകൾ വരെ 200 റുപ്പീസാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. പിന്നെ ലേഡീസ് ചെരുപ്പ് 100 റുപ്പീസിന് വരുന്നുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സാധനങ്ങൾ എടുത്തിട്ട് നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ അവിടെ അത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ ഈ ചാന്ദിനി ചൗക്കിലൂടെ നമ്മൾ പോകുന്നത് ഡൽഹിയിലെ ജമാ മസ്ജിദിലേക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയാണ് ഈ ജമാ മസ്ജിദ് എന്ന് പറയുന്നത്. ഇതും ഷാജഹാനാണ് കേട്ടോ പണി കഴിപ്പിച്ചത്. പിന്നെ ഓൾഡ് ഡൽഹിയിലാണ് ഈ ജമാ മസ്ജിദ് ഉള്ളത്. നമ്മളെ കരീന കപൂറിൻ്റെ ഹിന്ദി ഫിലിമായിട്ടുള്ള കുർബാൻ എന്ന് പറഞ്ഞ ഫിലിമിൽ ഒരു പള്ളീൻ്റെ മുന്നിൽ കരീന കപൂർ ഒരു പാർട്ടി സീനിൽ ഇരിക്കുന്ന ഒരു രംഗമുണ്ട്. അതൊക്കെ ഈ ജമാ മസ്ജിദ് എന്നാണ് കേട്ടോ ചിത്രീകരിച്ചിട്ടുള്ളത്.
ഈ പള്ളിയിൽ ഇപ്പോഴും ദിവസവും ഇങ്ങനെ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്, നിസ്കാരങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എൻട്രി ഇല്ല. ഒരു ഭാഗത്തേക്ക് മാത്രമേ, കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് തുറന്ന് തരുന്നേ ഉള്ളൂ. ഈ കാണുന്നതാണ് നമ്മളെ ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റിലേക്ക് ഇപ്പോൾ ആർക്കും എൻട്രി ഇല്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ ന്യൂ പാർലമെൻറ്റ് കെട്ടിടങ്ങളൊക്കെ പണി നടക്കുന്ന കാരണം ഇങ്ങോട്ടേക്ക് എൻട്രി ഇല്ല. നമുക്ക് ജസ്റ്റ് ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് പോയിട്ട് ആ ബാരിക്കേഡ്, ഈ ഒരു ബാരിക്കേഡ് വെച്ച ഭാഗത്ത് നിന്ന് ഒന്ന് കാണാം. അത്ര മാത്രമേ ഇപ്പോൾ ഇവിടെ നടക്കുകയുള്ളൂ. ഇതവിടെ രണ്ട് ഭാഗത്തും മുഴുവനായിട്ട് കൺസ്ട്രക്ഷൻ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ടൂറിസ്റ്റുകളെല്ലാവരെയും അങ്ങോട്ടേക്കുള്ള പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് നമ്മൾ രാവിലെ ഡൽഹിയിൽ നിന്ന് റെഡ് ഫോർട്ടിൽ പോയി, പിന്നെ ചാന്ദിനി ചൗക്ക് കണ്ട്, ഡൽഹി ജുമാ മസ്ജിദിൽ കയറി. ഇപ്പം നമ്മളിതാ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ കുത്തബ് മിനാറിൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. അപ്പം എൻട്രി ഫീ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഈ കുത്തബ് മിനാറിൻ്റെ അടുത്തായിട്ട് പാർക്കിങ്ങും ഉണ്ട്, പിന്നെ അതിൻ്റെ തൊട്ടടുത്താണ് തന്നെ എൻട്രി ഫീ എടുക്കുന്ന സ്ഥലവും. നമ്മൾ ഇപ്പം കയറാൻ പോകുന്ന ഈ ഒരു ഗേറ്റ് കണ്ടില്ലേ, ഇത് ഒരുപാട് ഏരിയയിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു കോംപ്ലക്സ് ആണ് കേട്ടോ. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് കുത്തബ് മിനാർ കോംപ്ലക്സ്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് മോണ്യുമെൻറ്റ്സ് ഉണ്ട്. കുത്തബ് മിനാറുണ്ട്, പിന്നെ കുത്തബ് മിനാറിനേക്കാളും ഉയരത്തിൽ മറ്റൊരു മോണ്യുമെൻറ്റ് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അപ്പം പകുതിയായി കിടക്കുന്ന ആ ഒരു മോണ്യുമെൻറ്റിൻ്റെ ഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ചക്രവർത്തിമാരായ ഇൽത്തുമിഷിൻ്റെയും പിന്നെ അതുപോലെ തന്നെ അലാവുദ്ദീൻ ഖൽജീൻ്റെയും ടോംബ് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ അലൈ ദർവാസ എന്ന് പറയും, അയൺ പില്ലർ, ഇതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ശരിക്കും ഈ കോംപ്ലക്സിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ദൂരത്തിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട് കേട്ടോ നമ്മളെ കുത്തബ് മിനാർ. അത്രയും ഹൈറ്റിലാണ് അത് കിടക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഫസ്റ്റ് ഇവിടെ കുത്തബ് മിനാർ തന്നെ പോയി കാണാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളെ കുത്തബ് മിനാർ കണ്ടില്ലേ, ഭയങ്കര ഹൈറ്റ് ആട്ടോ. നോക്കിയാൽ കണ്ണെത്താത്ത അത്രയും ഹൈറ്റിലാണ് കിടക്കുന്നത്. പിന്നെ ഇത് റെഡ് സാൻഡ് സ്റ്റോണിലാട്ടോ ഉണ്ടാക്കിയത്. പിന്നെ ഇതിൻ്റെ ചുമരിലൊക്കെ കണ്ടില്ലേ, അറബിക് ലെറ്റേഴ്സാണ് ഇതിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മുന്നേ വരെയൊക്കെ ഇതിൻ്റെ മുകളിലേക്കൊക്കെ കയറാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല. ഇവിടെ കണ്ടില്ല, ഒരു ബാരിക്കേഡ് വെച്ചിട്ടാണ് കെട്ടിയിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ പുറത്ത് നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ കാണാം, അല്ലാണ്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാനിപ്പം പെർമിഷൻ ഇല്ല. നമ്മൾ ഡൽഹി സുൽത്താനായിരുന്ന കുത്തുബുദ്ദീൻ ഐബക്കാണ് ഈ ഒരു കുത്തബ് മിനാർ പണി കഴിപ്പിച്ചത്.
അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു പ്രതീകം എന്നുള്ള രീതിയിൽ വിക്ടറി ടവർ എന്നുള്ള രീതിയിലാണ് ഇത് പണി കഴിപ്പിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിർഭാഗ്യം, ഇതിൻ്റെ പണി നടക്കുമ്പോൾ അദ്ദേഹം മരണപ്പെട്ട്. പിന്നെ ശേഷം വന്ന സുൽത്താനായിട്ടുള്ള ഇൽത്തുമിഷാണ് ഈ കുത്തബ് മിനാറിൻ്റെ പണി കഴിപ്പിച്ചത്. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് മൊണ്യൂമെൻറ്റ്സ് പണി തീരാതെ കിടക്കുന്നതുണ്ട് കേട്ടോ. അത് ഇതാ ഇനിയിപ്പം ആ ഒരു പണി തീരാത്ത മൊണ്യൂമെൻറ്റ്സ് ആണ് ഈ മുന്നിൽ കാണുന്നതൊക്കെ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അലാവുദ്ദീൻ ഖൽജിക്ക് ഈ ഒരു കുത്തബ് മിനാർ കണ്ടപ്പം അതിൻ്റെ 2 ഇരട്ടി വലിപ്പമുള്ള വേറൊരു വിക്ടറി ടവർ ഉണ്ടാക്കണം എന്നൊരാഗ്രഹം. അതിന് വേണ്ടിയിട്ട് പണി തുടങ്ങി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ട്. പിന്നെ അതിൻ്റെ ശേഷം ആരും ഇതിന് വേണ്ടിയിട്ട് ഇത് പൂർത്തിയാക്കാൻ ശ്രമിച്ചില്ല. അപ്പം ആ ഒരു ഭാഗം ഇന്നും അതുപോലെ തന്നെ പണി തീരാതെ നിൽക്കുകയാണ്. നവംബർ ഡിസംബർ മാസത്തിലായിട്ട് ഇവിടെ ഒരു കുത്തബ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ. അത് എല്ലാ ഇയറിലും ഉണ്ട്, പാട്ടും അതുപോലെ തന്നെ ഡാൻസൊക്കെ ആയിട്ടുള്ളൊരു പരിപാടിയാണിത്. പിന്നെ ഇവിടെ നമ്മളെ ഈ ഒരു സുൽത്താൻ ഇൽത്തുമിഷിൻ്റെയും പിന്നെ അതുപോലെ തന്നെ അലാവുദ്ദീൻ ഖൽജീൻ്റെയും ശവകുടീരങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. അത് ഈ ഒരു കുത്തബ് മിനാർ കോംപ്ലക്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങളെ ഡൽഹി എക്സ്പ്ലറേഷൻ കഴിഞ്ഞ് ഞങ്ങളിനി ആഗ്രയിലേക്കാണ് പോകുന്നത്, താജ്മഹൽ കാണാൻ. അപ്പോൾ ഇവിടെ നിന്ന് 4 മണിക്കൂറിൻ്റെ യാത്രയുള്ളൂ ആഗ്രയിലേക്ക്. അപ്പം ഞങ്ങൾ താജ്മഹലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നാളെ ഞങ്ങളെ താജ്മഹൽ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.